Hi children, welcome back to Social Studies class. Which lesson we are studying? We are studying lesson 3 in the earliest cities, isn't it? In the two classes we were studying about how do that cities were functioning and what type of buildings, houses and some specialities, these all we have studied. ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ എന്തൊക്കെ കൊണ്ടാണ് അതൊക്കെ ഉണ്ടാക്കിയിരുന്നത്, അവരുപയോഗിച്ചിരുന്ന സാധനങ്ങൾ, ദ തിങ്സ് വെയർ മെയ്ഡ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് തിങ്സ് അല്ലേ, സ്റ്റോൺസ്, ഷെല്ലുകൾ അല്ലേ, അതുപോലെ തന്നെ മെറ്റൽസ്, കോപ്പർ, ഗോൾഡ്, സിൽവർ, ടിൻ, അങ്ങനെയുള്ള സാധനങ്ങൾ, ഇങ്ങനെയുള്ള ഇതൊക്കെ ഉപയോഗിച്ചാണ് മിക്കവാറും എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയിരുന്നു. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെ നിങ്ങൾക്കറിയാം, യൂട്ടൻസിൽസ്, പാത്രങ്ങൾ അല്ലേ, അതുപോലെ തന്നെ വെസൽസ്, ടൂൾസ്, and these were all, they were made and used, and most of the times they used things made of metals, stone, wood and metals like copper, silver, then tin, iron, these all they were used. And children, we were studying in the previous class, they were used cotton also. Cotton was that in Mohenjo-daro, when we understood, cotton was probably grown at Mehrgarh from about 7,000 years ago, isn't it? We have studied. So people made and used many type of things whatever we used in our daily life today. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് വരുന്നത് പോലത്തെ പല സാധനങ്ങളും, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ബാംഗിൾസ്, ഇയർ റിങ്സ്, ചെയിൻസ്, അതുപോലെ തന്നെ നമ്മൾക്ക് അവിടെ ആ പേജ് നമ്പർ 28 യു ക്യാൻ സീ ബാംഗിൾസ്, ചെയിൻസിൻ്റെ ഒക്കെ പിക്ചറുണ്ട്. അതേപോലെ തന്നെ സ്റ്റോൺ ബ്ലേഡ്സ് കാണാം, ആ നീളത്തിൽ ഇങ്ങനെ കാണിച്ചിരിക്കുന്ന സ്റ്റോൺ ബ്ലേഡ്സ്, അതൊക്കെ ഉപയോഗിച്ചിരുന്നു. ഇനി അതുപോലെ തന്നെ സ്പിൻഡിൽ വേൾസ്, അതായത് ഈ ക്ലോത്ത്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നൂൽ ഇങ്ങനെ നെയ്തിരുന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്പിൻഡിൽ വേൾസ് അവർ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അത് നെയ്ത്ത് അല്ലെങ്കിൽ ആ കോട്ടൺ ത്രെഡ് അതൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള ജോലികൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് സ്പിൻഡിൽ വേൾസ് അവർ ഉപയോഗിച്ചിരുന്നു. SPINDLEWHORL, spindle whorls. Then one more artificial material was also used to make things, and that material was called faience, FAIENCE. You can see the heading, or it is written in green or sea green colors. അവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലൂ ഷെയ്ഡിൽ നിങ്ങൾക്ക് കാണാം ഫെയൻസ്, FAIENCE. ഫെയൻസ് they were made artificially. അപ്പോൾ ഫെയൻസ് ഉണ്ടാക്കിയിരുന്നത് ഈ ഗം ഉപയോഗിച്ച് സോയിൽ ഓർ സാൻഡ് ഓർ ക്വാർട്സ്, QUARTS, ക്വാർട്സ് എന്ന് പറഞ്ഞാൽ ദ വാച്ച് ആൻഡ് അവർ ക്ലോക്ക് ആർ മെയ്ഡ് ഓഫ്. അപ്പോൾ ക്വാർട്സ് അപ്പം വാച്ച്, ക്ലോക്ക്, ഈ മെറ്റീരിയലൊക്കെ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ക്വാർട്സ് എന്ന മെറ്റീരിയലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് സാൻഡ് ഓർ ക്വാർട്സ് വിത്ത് ഗം ദേ വെർ ഷേപ്ഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഓബ്ജക്ട്സ്. അപ്പം പലതരത്തിലുള്ള ഇതുപയോഗിച്ച് പലതരത്തിലുള്ള ഓബ്ജക്ട്സ് ഉണ്ടാക്കിയിട്ട് ഗം വെച്ച് അത് നല്ല രീതിയിൽ അവർ ഉണ്ടാക്കിയെടുക്കും. ആൻഡ് ദെൻ ദേ മെയ്ഡ് ഗ്ലേസിയർ, അല്ലെങ്കിൽ ആ സർഫസ് നല്ല പോളിഷ് ചെയ്ത് ഗ്ലേസിയർ, ഒരു ഗ്ലേസിങ് അപ്പിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അവരത് ദെൻ ഗ്ലേസ്ഡ് റിസൾട്ടിങ് ഇൻ എ ഷൈനി ഗ്ലേസി സർഫസ്. അപ്പം മിനുക്കമുള്ളൊരു സർഫസിൽ വെച്ച് ഇത് ഉണക്കിയെടുക്കും. അത് കഴിയുമ്പോൾ അത് നല്ല ഗ്ലേസിങ് ആയിട്ട് കിട്ടും. സോ ദ കളേഴ്സ് ഓഫ് ദ ഗ്ലേസ്, അപ്പോൾ ഇങ്ങനെ ഗ്ലേസിങ്ങിന് ഉപയോഗിച്ചിരുന്ന കളേഴ്സ് ദേ വെർ യൂഷ്വലി ബ്ലൂ ഓർ സീ ഗ്രീൻ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം. ആൻഡ് ഫെയൻസ്, ഇങ്ങനെയുള്ള ഫെയൻസ് എങ്ങനെ ഉണ്ടാക്കിയെടുത്തിരുന്നത്? ഹൗ ഡു ദേ മെയ്ഡ് ഫെയൻസ്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗം, സാൻഡ് ഓർ കോഡ്സ്. എന്നിട്ട് ഓബ്ജക്ട്സുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ദേ വെർ യൂസ്ഡ് കളർ ആൻഡ് ഓൾസോ എ ഗ്ലേസി സർഫസ്. അപ്പോൾ ഒരു നല്ല മിനുക്കമുള്ള ഇതെല്ലാം കൊടുത്തിട്ട് അത് കളർ ചെയ്ത് അവർ ഉപയോഗിച്ചിരുന്നു. ആൻഡ് ദിസ് ഫെയൻസ് ദേ മെയ്ഡ് ആർട്ടിഫിഷ്യലി, അത് നാച്ചുറലായിട്ട് കിട്ടിയിരുന്നതല്ല, ദേ മെയ്ഡ് ആർട്ടിഫിഷ്യലി, അവർ ഉണ്ടാക്കിയെടുത്തിരുന്നതാണ്. നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കൃത്രിമമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് ആർട്ടിഫിഷ്യലി എന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് പറയുന്നത്.
അപ്പോൾ ഫെയൻസ് വാസ് യൂസ്ഡ് ടു മേക്ക് ബീഡ്സ്, മുത്തുകൾ ഉണ്ടാക്കിയിരുന്നു അത് വെച്ച്. പിന്നെ ബാംഗിൾസ്, ഇയറിങ്സ്, അതുപോലെ തന്നെ ടൈനി വെസൽസ്. ടൈനി മീൻസ് സ്മോൾ, ചെറിയ ചെറിയ വെസൽസ്, പാത്രങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെയുള്ള ഫെയൻസ് യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ഫെയൻസ് ഇറ്റ് ഈസ് ആർട്ടിഫിഷ്യലി മെയ്ഡ്. ആൻഡ് ചിൽഡ്രൻ, യു നോ ഡിഫറെൻറ്റ് പീപ്പിൾ ഡു ഡിഫറെൻറ്റ് വർക്ക്സ് ടുഡേ ഓൾസോ, അല്ലേ? ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്ന, ഒരു ജോലിയിൽ പ്രാവീണ്യമുള്ള ആൾക്കാർ ചിലപ്പോൾ വേറൊരു കൂട്ടർ വേറെ ജോലിയിലായിരിക്കും അവർക്ക് അറിയാവുന്നത്, അല്ലേ? അപ്പോൾ there were specialist people were there in that cities also. പഴയ കാലത്ത് ഇങ്ങനെയുള്ള നഗരങ്ങളിലും അല്ലെങ്കിൽ സിറ്റികളിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. സ്പെഷ്യലിസ്റ്റ് പീപ്പിൾ വെയർ ദെയർ. ആൻഡ് യു നോ ഹു ഈസ് എ സ്പെഷ്യലിസ്റ്റ്? സ്പെഷ്യലിസ്റ്റ് ഈസ് എ പേഴ്സൺ ഹു ഈസ് ട്രെയിൻഡ് ടു ഡു എനി വൺ കൈൻഡ് ഓഫ് വർക്ക് ഓർ ട്രെയിൻ ടു ഡു ഓൺലി വൺ കൈൻഡ് ഓഫ് വർക്ക്. അപ്പോൾ ട്രെയിനിങ്, ഇപ്പോൾ നമ്മൾക്കറിയാം ട്രെയിനിങ് ഒക്കെ കിട്ടി ഓരോരുത്തർ ഓരോ ജോലികൾ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ആ ട്രെയിനിങ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പർട്ടിക്കുലർ വർക്ക് ഹൗ ടു ഡു, അല്ലേ? ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ കട്ടിങ് സ്റ്റോൺ, ഇപ്പം ഒരു സ്റ്റോൺസ് കൊണ്ട് പല സാധനങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ പഠിച്ചു. അപ്പോൾ അതുപോലെ തന്നെ പോളിഷിങ് ബീഡ്സ്, മുത്തുകളൊക്കെ പോളിഷ് ചെയ്യുക, സ്റ്റോൺസ് കട്ട് ചെയ്തെടുക്കുക. സോ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഇഫ് ദേ കട്ട് സ്റ്റോൺസ്, ദേ വെർ സ്പെഷ്യലൈസ്ഡ് ഇൻ ദാറ്റ്. അപ്പം സം ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ദേ വെർ യൂസ്ഡ് ടു പോളിഷ് ബീഡ്സ്, അല്ലേ? അപ്പം അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് ചെയ്യുന്നത് പല രീതിയിലുള്ള സ്പെഷ്യലിസ്റ്റ് പീപ്പിൾ വെയർ ദെയർ. പ്രത്യേകം ട്രെയിനിങ് ചെയ്ത് അത് മനസ്സിലാക്കി അത് ചെയ്തിരുന്ന ആളുകളും ജോലി ചെയ്തിരുന്നു. അങ്ങനെയുള്ള ആളുകളും ഉണ്ടായിരുന്നു. സോ ഇൻ ദാറ്റ് സിറ്റി ഹൗ മെനി കൈൻഡ്സ് ഓഫ് പീപ്പിൾ വി ഹാവ് സീൻ? റൂളേഴ്സ്, അല്ലേ? അധികാരികൾ ഉണ്ടായിരുന്നു. ദെൻ സ്ക്രിപ്റ്റ്സ്, എഴുതാനും വായിക്കാനും അറിയാവുന്നവര്. ദെൻ ഓർഡിനറി മെൻ ആൻഡ് വുമൺ, ക്രാഫ്റ്റ് പീപ്പിൾ. ദെൻ സ്പെഷ്യലിസ്റ്റ്, അല്ലേ? ഇപ്പം നമ്മൾ പഠിച്ചു ഇത്രയും പേര്. അതുപോലെ തന്നെ we can see the efficiency of that specialist people or specialist എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ട് അത് മാത്രം ചെയ്തിരുന്നവർ. അപ്പോൾ their efficiency we can see in the picture, പേജ് നമ്പർ 28 നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ഒരു ഹാരപ്പൻ മെൻ ഒരാളുടെ പിക്ചർ കാണിച്ചിട്ടുണ്ട്. ദിസ് ഇസ് ദ സ്റ്റോൺ സ്റ്റാച്യു. ഒരു സ്റ്റോൺ സ്റ്റാച്യു ആണ്, കണ്ടോ? അതൊരു സ്റ്റോൺ സ്റ്റാച്യു ആണ്. അതിൽ എംബ്രോയിഡറി ക്ലോത്ത് ഒക്കെ നമുക്ക് കാണാം. And these type of statues also were made by the specialist people. So from here we can understood the efficiency of that kind of people. Children, we have seen in the previous class whatever things they made or the buildings they made, they have brought the things to make that they brought from distant lands. അപ്പോൾ ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് റോ മെറ്റീരിയൽസ്. റോ മെറ്റീരിയൽസ് എന്താണെന്ന് നമ്മൾ ഇന്നലെ കണ്ടു, അല്ലേ? ഇപ്പോൾ ഒരു മാല ഉണ്ടാക്കണമെങ്കിൽ നമ്മൾക്ക് മുത്ത് വേണം, അതുപോലെ തന്നെ ചരട് വേണം, അല്ലേ? അതിൻ്റെ ട്വൈൻ വേണം, നീഡിൽ വേണം കോർത്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതാണ് റോ മെറ്റീരിയൽസ്. സോ റോ മെറ്റീരിയൽസ് നീഡഡ് ടു മേക്ക് തിങ്സ് ദേ കളക്റ്റഡ് ഫ്രം ഡിസ്റ്റൻറ്റ് ലാൻഡ്സ്. അപ്പോൾ അങ്ങനെ ദൂരെ സ്ഥലങ്ങളിൽ നിന്നാണ് അവർ കൊണ്ടുവന്നിരുന്നത്. ആൻഡ് ഫോർ എക്സാമ്പിൾ, ഹാരപ്പൻസ് പ്രോബബ്ലി ഗോട്ട് കോപ്പർ ഫ്രം present day Rajasthan and even from Oman in West Asia, അല്ലേ? ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് അവർ കോപ്പർ അവർക്ക് കിട്ടിയിരുന്നത്. കോപ്പർ എന്താ? ചെമ്പ്, അല്ലേ? അതിൻ്റെ ഉപയോഗമൊക്കെ നമ്മൾ കണ്ടു, അല്ലേ? ചെമ്പ് നമ്മൾ മെഷീൻസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ വാച്ചുകളിൽ അതിനകത്തുണ്ട്. അതുപോലെ തന്നെ പല രീതിയിൽ നമ്മൾ ഇലക്ട്രിക് വയേഴ്സിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ചെമ്പ്, ഇറ്റ്സ് എ മെറ്റൽ, കോപ്പർ. അതുപോലെ തന്നെ ടിൻ, ഈ കോപ്പറും ടിന്നും മിക്സ് ചെയ്താണ് ബ്രോൺസ് എന്ന് പറയുന്ന പിച്ചള എന്ന് പറയും. അപ്പം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതുപോലെ വിളക്കുകൾ, അങ്ങനെയുള്ള പഴയ കാലത്തുള്ള വിളക്കുകൾ മറ്റും നോക്കിയാൽ നിങ്ങൾക്കറിയാം പിച്ചളയൊക്കെ നമ്മൾ ധാരാളമായിട്ട് ക്യാൻഡിൽ സ്റ്റിക്സ് ഒക്കെ ഉപയോഗിക്കാനായിട്ടൊക്കെ ഉണ്ടാക്കാനും മറ്റുമൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ മെഴുകുതിരി കാലുകൾ, അതുപോലെ വിളക്കുകൾ, ലാംപ്സ്, ഇതൊക്കെ ഉണ്ട്. ബ്രോൺസ് ഉണ്ട്. അതുപോലെ തന്നെ പാത്രങ്ങൾ, പിച്ചള പാത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇങ്ങനെ tin which was used to mixed with copper to make bronze. അപ്പോൾ tin എന്ന് പറയുന്ന ഇറ്റ് ഈസ് ആൻ അലോയ്, ഒരു ലോഹസങ്കരമാണ്, ലോഹമല്ല, മെറ്റലിൻ്റെ ഒരു അയിരാണ് ലോഹസങ്കരം എന്ന് പറയും. അപ്പോൾ അത് കോപ്പറിൽ ചേർത്തിട്ടാണ് ബ്രോൺസ് ഉണ്ടാക്കിയിരുന്നത്. ബ്രോൺസ് വാസ് യൂസ്ഡ് ടു മേക്ക് യൂട്ടൻസിൽസ് ആൻഡ് മെനി അതർ തിങ്സ്. അപ്പോൾ ഇതെല്ലാം അവർ കൊണ്ടുവന്നിരുന്നത് they were brought from Afghanistan and also from Iran. ഓർത്തോണം എന്തോരം ദൂര സ്ഥലങ്ങളിൽ നിന്നാണ് they have been brought these things. And gold could have been brought from present day Karnataka and
പ്രഷ്യസ് സ്റ്റോൺസ്, വിലപിടിപ്പുള്ള കല്ലുകൾ അല്ലേ, രത്നങ്ങൾ, കല്ലുകൾ, മരതകം, മാണിക്യം എന്നൊക്കെ പറയുന്നതൊക്കെ പ്രഷ്യസ് സ്റ്റോൺസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള വിലപിടിപ്പുള്ള രത്നങ്ങൾ, കല്ലുകൾ they were brought from Gujarat and Iran, Afghanistan, അങ്ങനെ ദൂരെ. So the things they need or raw materials to make things they brought from distant places. So we can imagine അല്ലേ, അപ്പൊ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ആ ആളുകൾ അതൊക്കെ കൊണ്ടുവന്നിരുന്നതെന്ന് നോക്കണം. So the people, those who lived in that time, they were so efficient, so hard working അല്ലേ. നമുക്കിപ്പോൾ ആവശ്യത്തിന് can you imagine, do they have modern vehicles to go and bring? No. അപ്പം how how much difficulties they faced to bring these things. Not much vehicles ഒന്നും അന്നില്ല അല്ലേ. അപ്പൊ അവരെന്തോ മാത്രം ബുദ്ധിമുട്ടിയാണ് അതൊക്കെ കൊണ്ടുവന്നിരുന്നത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. So the people, those who were lived in that time, they were so efficient. ആ പിക്ചർ, സ്റ്റാച്യൂസ് നമുക്ക് കാണുമ്പോഴറിയാം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, ക്രാഫ്റ്റ് പേഴ്സൺസ്, ആൻഡ് ദേ വെർ സോ ഹാർഡ് വർക്കിംഗ് അല്ലേ. ദെൻ യു ക്യാൻ സീ ദ പിക്ചർ ഓഫ് എ സീൽ ആൻഡ് എ ടോയ് അല്ലേ. അവിടെ നിങ്ങൾക്ക് അവിടെ ഒരു ടോയ്സിൻ്റെ പിക്ചർ കാണിച്ചിട്ടുണ്ട്, ഒരു കാർട്ടൂൻ്റെ പോലത്തെ പിക്ചർ കാണാം. അതുപോലെ തന്നെ ഹാരപ്പൻ, അതുപോലെ തന്നെ അത് ഒരു സീൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പേജ് നമ്പർ 30 മുകളിൽ, പേജ് നമ്പർ 3030 മുകളിൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ വി ഹാവ് ഓൾറെഡി സെഡ് യെസ്റ്റർഡേ ടെറാക്കോട്ട ടോയ്സ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ടെറാക്കോട്ട എന്ന് പറഞ്ഞാൽ ഒരുതരം ചുട്ട കളിമണ്ണാണ് കേട്ടോ, ചുട്ടെടുക്കുന്ന കളിമണ്ണാണ്. ഇപ്പം നമ്മൾ അറിയാം, നമ്മളെ ചട്ടി, കലം, പാത്രങ്ങളൊക്കെ ഉണ്ടാക്കത്തില്ലേ കളിമണ്ണുണ്ട്, പോട്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നത്, അതേപോലെ ഒരു അതാണ്, അത് ചുട്ടെടുത്തിട്ടാണ് അങ്ങനെയുള്ള ടോയ്സും മറ്റും ഉണ്ടാക്കുന്നത്, അതാണ് ടെറാക്കോട്ട കേട്ടോ. ആൻഡ് സീ ചിൽഡ്രൻ, and you know who make food for us അല്ലേ, who grow crops for us. നമുക്കാരാ, നമ്മൾ എല്ലാവരും കൃഷി ചെയ്തിട്ടാണോ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നത്? അല്ല അല്ലേ. who grow? farmers. So farmers were there that time also. Farmers were growing different crops and they were giving food, or they were giving these to the people, those who were lived in the city. അപ്പം നമ്മളെ പോലെ തന്നെ പട്ടണങ്ങളിലും നഗരങ്ങളിലൊക്കെ താമസിച്ചിരുന്നവർ, അവർക്ക് കൂടെ ആയിട്ട് കൃഷി ചെയ്തിരുന്നത് ഫാമേഴ്സ് ആയിരുന്നു. സോ ഫാമേഴ്സ് വെയർ ഗ്രോയിങ് ഡിഫറെൻറ്റ് ക്രോപ്സ് ഇൻ ദെയർ ഫീൽഡ് ആൻഡ് ദേ വെയർ സപ്ലൈ ഓർ ദേ വെയർ ഗിവിംഗ് ദിസ് ടു ദ പീപ്പിൾ ദോസ് ഹു ലീവ്ഡ് ഇൻ ദ സിറ്റി. അതായത് റൂളേഴ്സ്, സ്ക്രിപ്റ്റ്സ്, ക്രാഫ്റ്റ് പേഴ്സൺസ്, സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾ, അവർ നഗരങ്ങളിൽ താമസിച്ചിരുന്നവർ, they found their food items, or the farmers they supply, or farmers produced food items. അപ്പോൾ farmers ആണ് കൃഷി ചെയ്തിരുന്നവർ. And they have grown, or they grew barley, wheat, pulses, peas, rice, etc. And children, not only these, they cultivated, they also collected fruits like bear, and they caught fish, and they hunted wild animals also, and they reared animals. They looked after animals. Do we look after animals? Domestic animals. അതുപോലെ തന്നെ we also know how useful they are. The old people, those who lived in the cities, they also reared animals like like cattle, sheep, goat and buffalo. ഇതിനൊക്കെ അവരെ വളർത്തിയിരുന്നു. And these animals, from these animals what do we get? We know അല്ലേ, milk, meat, ഇതെല്ലാം നമുക്ക് കിട്ടും അല്ലേ. So useful. അപ്പോൾ ഇങ്ങനെ മൃഗങ്ങളെ വളർത്തിയിരുന്നു. They reared animals. And who have done the agriculture അല്ലെങ്കിൽ farming ആരാ ചെയ്തിരുന്നത്? The people, those who live in the countryside അല്ലേ. അപ്പം city people, they were engaged in different works, and those who live in the countryside, they grew crops and reared animals. Okay. And children, do we need water to grow crops or for agriculture? കൃഷിക്ക് വെള്ളം വേണോ? From where do they where do they have get water, or how do they do that? Irrigation എന്താ? ജലസേചനം അല്ലേ. ചെടികളൊക്കെ നനയ്ക്കുക, കൃഷിക്ക് ആവശ്യമായ വെള്ളം പാടത്തേക്ക് ഒഴുക്കി വിടുക, ഇതൊക്കെ ചെയ്ത് അതിനാണ് നമ്മൾ പറയുന്നത് ഇറിഗേഷൻ. Means watering the crops or plants. ഇത്
as those places were not at all getting rainfall very frequently. അപ്പോൾ മഴ കുറവായിരുന്നത് കൊണ്ട് they may have brought water from other places and stored, അല്ലേ? അങ്ങനെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് and they have irrigate or they have done the irrigation of the plants in another by means of another irrigational methods they have been used. അപ്പോൾ അവിടെ വാട്ടർ ഫെസിലിറ്റി ഇല്ലാതിരുന്നത് കൊണ്ട് because those places do not get water rainfall very easily. അപ്പോൾ അവിടെ മഴ കുറവായിരുന്നു and the rainfall is very less. അപ്പോൾ മഴ കുറവായിരുന്നത് കൊണ്ട് they stored water and they have done the irrigation by other means of irrigational methods. അപ്പോൾ വാട്ടർ കൊണ്ടുവന്ന് വെള്ളം അവരെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് and supplied to the fields when the plants were growing, അല്ലേ? കൃഷിക്ക് ആവശ്യമുള്ളത് അവർ അങ്ങനെയാണ് കൊടുത്തിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ they have been used plowshare. അതിലൊരു പിക്ചർ നിങ്ങൾക്ക് കാണാം. ഒരു ടോയ് പ്ലൗ ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. കലപ്പ എന്ന് പറയും. See this one. This ടോയ് plowshare. അത് ടോയ് പ്ലൗ ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് സാധാരണ ടോയ് എന്ന് നമുക്കറിയാം, അല്ലേ? അതുപോലെ ഇങ്ങനെയുള്ള plowshares were used by the farmers to till the earth. അതായത് നില ഉഴാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കലപ്പകൾ അവർ ഉപയോഗിച്ചിരുന്നു. ഇപ്പം നമുക്കറിയാം we use tractor to plow the field, അല്ലേ? ഇപ്പം നമ്മൾക്കറിയാം. അതുപോലെ തന്നെ ഓക്സനെയൊക്കെ മുമ്പത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നു, കാളകളെയും മറ്റും. അപ്പോൾ ഈ plowshare in order to dig the land and also to tear the and also turning the soil, നില ഉഴാനായിട്ട് അതുപോലെ മണ്ണിളക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെയുള്ള things they used. And see, most of the times they used not metal plowshare, അല്ലെങ്കിൽ ഇതൊക്കെ വുഡ് കൊണ്ടുള്ളതായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. And that have not survived now. ഇപ്പോൾ അതൊന്നും ഇല്ല, അതെല്ലാം നഷ്ടപ്പെട്ടു. നമ്മൾക്കറിയാം കുറേ വർഷങ്ങൾ കഴിയുമ്പോഴേ വുഡ് they have been destroyed. അതെല്ലാം മണ്ണിൽ അലിഞ്ഞു പോകും. അപ്പോൾ മെറ്റൽസ് കൊണ്ടുള്ളതാണെങ്കിൽ കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യുള്ളൂ. So the people, those who lived in these cities, they may have been used plowshares that were made of wood. Children, what do we have studied today? We have studied the people, those who lived in these earliest cities, they used and they made and used different things. And the things they used made of stone, shells, metals like copper, gold, tin, then iron. And see, these they were brought from distant places, or the materials, raw materials, അതായത് അസംസ്കൃത വസ്തുക്കൾ അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ they have been brought from distant lands, അല്ലേ? For example, copper they have been brought from present day Rajasthan and even from Oman, and tin which was used mixed with the copper to make bronze, which may have been brought from Afghanistan and Iran. Gold could have come from all the way from present day Karnataka, and precious stones, വിലപിടിപ്പുള്ള രത്നങ്ങൾ, കല്ലുകൾ, ഇതൊക്കെ they have brought from Gujarat, Iran and Afghanistan. And children, there were specialist people were there to done different work, അല്ലേ? സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഓരോ രീതിയിൽ ട്രെയിനിങ് കിട്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, അല്ലേ? ഒരു ജോലി ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ളവരായിരിക്കും ഈ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ. ദേ വുഡ് നോട്ട് ഡു അനദർ വർക്ക്, ദേ ഡോണ്ട് നോ, അല്ലേ? അവർ വേറൊരു ജോലി ചെയ്യില്ല. ഇപ്പം ഓരോ ക്രാഫ്റ്റ് തിങ്സ് അല്ലെങ്കിൽ ചെയ്യുന്ന അവരുണ്ടാക്കുന്ന സാധനങ്ങൾ പല ആളുകളാണ് ചെയ്തിരുന്നത്. ആൻഡ് ദേ വെർ സ്പെഷ്യലൈസ്ഡ് ഓർ ദേ ഗോട്ട് ട്രെയിൻഡ്, ദേ ട്രെയിൻഡ് ഇൻ ദിസ് വർക്ക്. And other people also lived in the city, rulers, scripts, like craft persons also. And children, and we have understood how the food of the people, like how do the food for the people in the cities, like ഇങ്ങനെയുള്ള നഗരങ്ങളിൽ താമസിച്ചിരുന്നവർ അല്ലെങ്കിൽ സിറ്റികളിൽ who were growing crops, while many people lived in the cities, others were living in the countryside, അല്ലേ? സിറ്റികളിൽ ദൂരെ മാറി താമസിച്ചിരുന്ന ആൾക്കാർ കൺട്രി സൈഡിൽ താമസിച്ചിരുന്നവരാണ്. They were engaged in farming and they grew wheat, barley, rice and this all. And they have reared animals like goat, cattle, sheep and buffalo. And they hunted wild animals, they caught fish, and also they cultivated fruits like bear. And they supplied food to the people, those who lived in the city.
And as these places did not get rainfall in very good, they have collected water and stored to irrigate or to water the crops or plants they grew. These we have studied in this class. Now it is time to wind up. Children, you should read the lesson, page number 29, 30. Okay, you should read page number 29 and 30. Children, be good children. Stay safe. Thank you.